നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗവടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കാര്യങ്ങൾ വൈരാഗ്യം മൂർച്ഛിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിന് നീ വിധേയപ്പെടണം. ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട. മറിച്ച് കർത്താവിൻ്റെ ആയുധമായ, സ്വർഗത്തിൻ്റെ ആയുധമായ ജപമാല നീ കയ്യിലെടുക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിൻ്റെ കർത്താവാണ്. പുറപ്പാട് 14:1-14 നമ്മൾ വായിക്കുന്നുണ്ട്.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക്. ഇപ്പം തന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞു നിൽക്കുക. നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്ജമകളുള്ളത്. നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയം അനുവദിക്കുക എന്നർത്ഥമുണ്ട്. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പം നിൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ്, രോഗിയായിട്ട് കിടക്കുകയാണ്. ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, മകനെ എന്നെ ചെത്തി കയറണ്ടായി എൻ്റെ ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇത്രയും കാശ് നീ എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല, അത് നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണം എന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്ക് ഒരു ബാധ്യതയുണ്ട്. കാര്യം നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിൽ, എല്ലാ വളർച്ചയുടെ പിന്നിൽ അമ്മയും അപ്പനും ഉണ്ട്. അപ്പോൾ അത് മനസാക്ഷിയോടുകൂടി അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളെന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 വയസ്സ് കഴിഞ്ഞുള്ള ആക്കൽ മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ആക്കൽ അവരുടേതാണ്. മാതാപിതാക്കന്മാരും അല്ലെങ്കിൽ അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ആയിരിക്കും നമ്മൾ സഹായിച്ചിട്ടുള്ളത്. 20 വയസ്സ് ഇപ്പോൾ ചില ആൾക്കാർ അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ അവർ പറയണ ഞാനല്ലേ പഠിച്ചത്, ഞാൻ പഠിച്ച് ഞാൻ കാശുകാരനായി, അത് അപ്പനും അമ്മേനെ സഹായിച്ചില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ അകത്തൊരു ചെറിയ അഹങ്കാരമുണ്ട്. അപ്പോസ്തലന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം പോള് പറയത്തില്ലേ, സെൻറ്റ് പോള് എന്താ പറയണേ, എൻ്റെ അവസാന ട്രയലിൽ നിങ്ങളാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ്. 2 തിമോത്തി 4:16-17 പൗലോസ് അപ്പോസ്തലൻ്റെ വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ. നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും അതെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് ഞാനല്ല ക്രിസ്തുവാണെന്ന് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനമുണ്ട്, വളർച്ച. ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ഇത്. എന്താ പറഞ്ഞത്? എൻ്റെ ന്യായവാദങ്ങളിൽ കോടതിയിലെ കാര്യം പറയുകയാണ്. ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ കോടതി കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ കോടതി വെച്ച് കഴിഞ്ഞാൽ ഇയാളിത് അവതരിപ്പിക്കുന്ന പ്രബോധനത്തിൻ്റെ ന്യായവാദങ്ങളാണ്. ആരും എൻ്റെ ഭാഗത്തല്ലായിരുന്നു, ഇൻക്ലൂഡിങ് കൂടെയുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും കാര്യം പൗലോസ് പറയുന്ന കാര്യങ്ങൾ പത്രോസിന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തുവ് വിജ്ഞാനീയം, പിന്നെ അവതരിപ്പിക്കുന്ന രീതികൾ ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് ഏതൻസിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വന്ന് കേട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു പോണ കാണാം. ഒരു പരാജയപ്പെട്ട പ്രസംഗികനായിരുന്നു ആദ്യം. പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് ഉറക്കം തൂങ്ങി താഴെ വീണ് മരിച്ച കഥ വരെ ഉണ്ട് പൗലോസിൻ്റെ ചരിത്രത്തിൽ. അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ്. അപ്പോൾ എഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ മൂർച്ചയുള്ള എഴുത്തുകൾ എഴുതും. ക്രിസ്തുവിജ്ഞാനീയം സഭയുടേത് പൗലോസിൻ്റെതാണ്. എഴുത്തിൽ ഭയങ്കരമല്ലാത്ത അഭിഷേകമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കാരിസം എന്ന് പറയുന്നത്. 2 പത്രോസ് 3:15-16 നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ.
ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. അംബിഗസായിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങളെ വളയ്ക്കണ സമയത്ത് തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും. അതാണ്. അപ്പം അത് അങ്ങനെയുള്ളത് കൊണ്ട് ചില ആൾക്കാർ പൗലോസിനെ ഇങ്ങനെ ന്യായവാദങ്ങളെ, അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തു വിജ്ഞാനീയത്തെയും, പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട്, അപ്പോഴും പൗലോസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളാണത്. പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗലോസിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളുണ്ടായിരുന്നുള്ള ആളാണ് അമ്മ. പക്ഷേ ആരോടും അത് പറഞ്ഞില്ല. ലൂക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായിലേ പറയണത്. അപ്പോൾ അവരമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. പൗലോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലൂക്ക വഴി പോലും പൗലോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല. അതിൻ്റെ പരാധീനത അദ്ദേഹത്തിൻ്റെ അധ്യാത്മത്തിലുണ്ട്. ഈ ഒരു സംഭവം എൻ്റെ ന്യായവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ, അപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ, എഴുതിപ്പോലും വെക്കില്ല. അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാവും. ആരോടും പറയാത്ത, അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ്. കർത്താവിൻ്റെ വിഷയത്തിൽ അത് തന്നെയാണ് ഉള്ളത്. കർത്താവിൻ്റെ വിഷയം പറയുമ്പോൾ ഇപ്പോൾ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു. കർത്താവ് പറയും, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകുന്ന കാലം വരും. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ സംഭവങ്ങൾ പറയണത് രണ്ട് ഫീലിങ്ങിലാണ് പറയണത്. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. പൗലോസ് സംഭവിച്ചതിന്, ഈശോയ്ക്ക് സംഭവിച്ചതിന് പൗലോസ് സംഭവിച്ചത്. പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത്. എൻ്റെ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളെന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത്. ഈശോ കുറ്റപ്പെടുത്താതെയാണ് പറയണത്. അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താത്ത ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്നു കയറാറുണ്ട്. അത് നടന്നു കയറിയ ആളാണ് മറിയം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. അപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളിൽ, അതൊരു വിജയമാണ്. ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹനങ്ങളെക്കുറിച്ച്. അത് എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലല്ല സംസാരിക്കണത്. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ലൈനിലാണ് സംസാരിക്കണത്. അത്ര ഈസി അല്ല. ഇരുന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല. ഇപ്പം പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ, അതുപോലെ തന്നെ വുഡ് ഫ്രീ,
അത് ഈ വിറകില്ലാത്ത കിച്ചൺ, പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴ് ഒന്ന് ഗ്യാസ് ഫ്രീ കിച്ചണാണ്. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ്, അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ്. അത് മറിയത്തിൻ്റെ സ്ത്രീകാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്ത്, ആ ലെവൽ കീപ്പ് ചെയ്തെന്നുള്ളതാണ് മറിയ ആധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിക്കുന്നവർ മറിയ ആധ്യാത്മികതയാണ് ജീവിക്കുന്നത്. സ്വീകരിക്കട്ടെ. ഞാൻ കട്ടപ്പന ഫൊറോനയുടെ കീഴിലുള്ള കൽത്തൊട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്ന ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ മാസമാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ പേര് ജോബിൻ എന്നാണ്. ഞാൻ 2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ വന്ന് സ്ഥിരമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പല നിയോഗങ്ങളും കാര്യങ്ങളും ആൻറ്റിക്ക് നടന്നു കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ കൂടത്തിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഏതായാലും വന്ന് ആ സമയങ്ങളിലൊന്നും വളരെ ശക്തമായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പഴകിയ കുറേ നിയോഗങ്ങൾ കിട്ടിയാലെന്ന് ഉറപ്പുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് തോന്നിയുകൊണ്ട് അന്നും പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും സമർപ്പിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ അടുത്ത പുതുക്കലിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് പുതുക്കിയപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തിൻ്റെ അകത്ത് വീട് വെച്ച് താമസിക്കുന്നവരായിരുന്നു. അങ്ങോട്ട് വീട്ടിൽ സ്വന്തമായിട്ട് 2-3 വണ്ടി ഉണ്ടെങ്കിൽ പോലും വീട്ടിലേക്ക് വണ്ടിയൊന്നും വരികയില്ല. പിന്നെ വേനൽ മൂത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇല്ലെന്നായി കഴിയുമ്പം പിന്നെ വണ്ടിക്ക് ഇറക്കാൻ പോലെയുള്ള ഒരു സാഹചര്യമില്ല. മറ്റുള്ളവർ ഏതെങ്കിലും വീട്ടിൽ പോയി അയലോക്കത്തെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം തന്നുകൊണ്ടിരുന്നത്. അത് വേനൽ മൂത്ത് കഴിയുമ്പോൾ അവിടുത്തെ കുളം പറ്റിപ്പോകുന്നതുകൊണ്ട് വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു. അപ്പം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അവിടെ താമസിക്കാൻ യാതൊരു സൗകര്യം ഇല്ലാത്ത സമയത്ത് അടുത്ത നിയോഗമായിട്ട് നമുക്ക് കൃപാസനത്തിൽ ഈ വഴി സൗകര്യം വരുവാണെങ്കിൽ കുഴൽക്കിണറടിച്ചാണേലും വെള്ളം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ഒരു വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വഴി ഞങ്ങൾ ഉപ്പിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ 30ാമത്തെ പൊക്കം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കൽത്തൊട്ടി എന്ന് പറയുന്ന ഒരു അകത്തോട്ട് കയറിയുള്ള ഒരു സ്ഥലമാണ്. ലബക്കട എന്ന് പറയുന്ന ഒരു കോളേജിനോട് ചേർന്നുള്ള അടുത്തുള്ള ഒരു ഹൈവേയുടെ സൈഡിൽ, ഹൈവേയിൽ നിന്നൊരു 500 മീറ്ററും കൂടെ മാറി ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 55 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ വീട് വാങ്ങിക്കാൻ, 1850 സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീട് വാങ്ങിക്കാനും ആ മുറ്റത്ത് തന്നെ ഒരു 10 അടി താക്കത്തിൽ നല്ല വെള്ളം കിട്ടുവാനും. ഇപ്പോൾ വെള്ളമില്ലാതെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ 4 ചുറ്റും വെള്ളമാണ്, വഴിയുടെ അപ്പുറം വെള്ളം, വീടിൻ്റെ ബാക്ക് സൈഡ് 3 വശം വെള്ളം. അപ്പം വെള്ളത്തിൻ്റെ പരാതി അതോടെ തീർന്നു. പിന്നെ വണ്ടി ഇടാനുള്ള സൗകര്യം ഒരു 5-6 വണ്ടി ഇടാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു കാർ ഷെഡ് എല്ലാം കൂടെ കൂട്ടി ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്ര ഒരു വലിയൊരു ഭവനം നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത് ആയി സാക്ഷ്യം പറയാനുള്ളത്, ഞങ്ങൾ ഉപ്പുകറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 ഏക്കർ പറമ്പ് പാട്ടത്തിനെടുത്ത് ഏലകൃഷി ചെയ്തായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു 5-ാമത്തെ വർഷമാണിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളായപ്പോഴത്തേക്കും അതിൻ്റെ താഴെ താമസിക്കുന്ന 1-2 പേര് ഈ പടുതാക്കുളം മൂടണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി പഞ്ചായത്തിനും കളക്ടർക്കും അവിടെ കൊടുക്കാൻ പറ്റുന്ന വില്ലേജിലും എല്ലാം ആയിട്ട് പലയിടത്തും പരാതി കൊടുത്തു. അവർ ചാനലുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചാനലിൽ വാർത്തകൾ, പ്രാദേശിക ചാനലിലൊക്കെ വാർത്ത വന്നു. ഞാൻ അവരുടെ കാല് പിടിച്ചു പറഞ്ഞു, ഈ പടുതാക്കുളം മൂടിയിട്ടുണ്ടെങ്കിൽ വലിയ തുക മുടക്കി കൃഷി ചെയ്ത പറമ്പാണ്, അപ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും, നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് പറഞ്ഞ് അവരെ മാക്സിമം ഞാൻ അവരുടെ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലല്ല അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവരൊരു തരത്തിലും വഴങ്ങിയില്ല. ഞാൻ പിറ്റേ ദിവസം കുടുംബസമേതം കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്ന് അമ്മയോട് കാര്യങ്ങൾ ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു. ഇവിടുന്ന് ചെന്ന് കൃപാസനത്തിൽ നിന്ന് ഉപ്പിട്ട് അവർ സഞ്ചരിക്കുന്നതും ഞങ്ങൾ സഞ്ചരിക്കുന്നതും എല്ലാം ഒരു വഴിയിലാണ്. ആ വഴിയിൽ ഉപ്പിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ നിയോഗം സമർപ്പിച്ച 3ാമത്തെ ദിവസം തന്നെ അവരുടെ ആ പരാതികളെല്ലാം എങ്ങനെയോ അത് തേഞ്ഞു മാഞ്ഞു പോയി. ആ പരാതിക്കാരെല്ലാം
പരസ്പരം യാതൊരു നമ്മളെ കാണുമ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ആ പടുതാക്കുളത്തിലെ പടുതായ്ക്കകത്തോട്ട് കുളത്തിൻ്റെ അകത്തോട്ട് പടുത മടക്കിയിട്ടിട്ട് പണിക്കാരെ നിർത്തി മണ്ണ് വെട്ടി മൂടിക്കോളാനും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ട് മാതാവിൻ്റെ ശക്തമായ ഇടപെടലും കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടി. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള നിയോഗം, എനിക്ക് മദ്യപാനം എന്നുള്ളൊരു ദുശീലം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പുകവലി ഉണ്ടായിരുന്നു. ഈ നിർത്തണം എന്ന് പലതവണ ആഗ്രഹിക്കുമ്പോഴും കുറച്ച് നാൾ നിർത്തും, പിന്നെ കുറച്ച് എന്നേലും ഒരു ചെറിയ സാഹചര്യങ്ങൾ, ഒരു നെഗറ്റീവ് എന്തെങ്കിലും തോന്നുമ്പോൾ വീണ്ടും അത് തുടങ്ങും, പിന്നെ അത് കുറച്ച് നാൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, പിന്നെ നിർത്തും. ഇങ്ങനെയായിരുന്നു. ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ മാതാവ് എനിക്ക് കൃപ തന്നു. പിന്നെ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ നിയോഗം, ഞാൻ വീട്ടിൽ ഈ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നേലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു കാരണമില്ലാതെ ഞങ്ങൾ തമ്മിൽ ഞാനും അമ്മയായിട്ട് എപ്പോഴും വഴക്കുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യങ്ങൾക്കായിരിക്കും ഈ വഴക്കുണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നതെന്ന് പലപ്പോഴും വഴക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാകാതെ പലതവണ ദുഃഖിച്ചിട്ടുണ്ട്. ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്താണേലും ഇപ്പം ഞങ്ങളുടെ ഭവനം വളരെ സമാധാനത്തിനും സന്തോഷത്തിലുമാണ് പോകുന്നത്. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ ഒരു സാധാരണ എയ്ഡഡ് സ്കൂളിലായിരുന്നു. അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്തൊന്നും നല്ല സ്കൂളിൻ്റെ വണ്ടികൾ വരാറില്ലായിരുന്നു. പുതിയ വീടും പുതിയ സൗകര്യങ്ങളും മാതാവ് തന്നു കഴിഞ്ഞപ്പോൾ അവരെ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന കട്ടപ്പന ഒരു നല്ല സ്കൂളിലേക്ക് പിള്ളേരുടെ വിദ്യാഭ്യാസം മാറ്റാനും അങ്ങനെ മനസ്സിന് സന്തോഷകരമായ രീതിയിൽ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടും മാതാവ് ഉയർത്തി. ഏലത്തോട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്തരം വിളവുകൾ കിട്ടാനും അതുവഴി സാമ്പത്തിക ഞെരുക്കങ്ങളൊന്നും ഇല്ലാതെ കുടുംബ ഭദ്രതയോടെ കൊണ്ടുപോകാനും സാധിച്ചു. പിന്നെ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പെനുവേൽ ഇമ്മാനുവൽ ആശ്രമം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ എല്ലാ ദിവസവും 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മദ്യപാനികൾക്ക് വേണ്ടി ധ്യാനമുണ്ട്. ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും, ഞാൻ അവിടെ ധ്യാനത്തിന് പോയിട്ടുള്ള ആളാണ്, ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും കൂട്ടുകാരെയെല്ലാം എൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവരെ ധ്യാനത്തിന് കൊണ്ടുപോയി. അവിടെ പോയി ധ്യാനത്തിന് പോകാൻ മിക്കവാറുമുള്ള മദ്യപാനികൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും. അവിടെ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ച് മദ്യപാനികളെ കൊണ്ടുപോയി അവിടെ ധ്യാനം കൊടുക്കുകയും അവരുടെ സാമ്പത്തിക ചിലവുകളെല്ലാം നോക്കുകയും, പിന്നെ തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുമാനത്തിൻ്റെ 10-1 ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും ഞെരുക്കങ്ങളിലും ഉള്ള വരുമാനത്തിൻ്റെ 10-1 ഞങ്ങൾ ദശാംശം കൊടുക്കും. ഒന്നെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അർഹതയുള്ള എന്ന് തോന്നുന്ന മാതാവ് കാണിച്ചു തരുന്ന ആർക്കെങ്കിലും ദശാംശം കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ദശാംശവും കൂടെ കൊടുത്ത് തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം. അതുകൂടാതെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുവാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നു. അത് എടുത്തു കഴിഞ്ഞും എല്ലാ ദിവസവും നന്നായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, കുറച്ച് ദിവസങ്ങളിലൊക്കെ 1-2 ദിവസം മുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാലും ഏറ്റവും നല്ല രീതിയിൽ പള്ളി പോകുവാനും, അതും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് 2 വയസ്സുള്ള എൻ്റെ പെങ്കൊച്ചു മുതൽ എല്ലാ ദിവസവും പള്ളി വരുന്ന ആളായിരുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഉള്ളൊരു സാഹചര്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ജീവിതത്തിൽ ഇത്രയേ അധികം സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്ന കൃപാസന മാതാവിനും ദൈവകുമാരനും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും മാതാവ് കൈവച്ചു. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ലെന്ന് ചിന്തിച്ച ആളായിരുന്നു. നമ്മൾ നടക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യമാണോ അത് ആയിരിക്കും മാതാവ് ഏറ്റവും ആദ്യം നടത്തി തരുന്നതെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വർഷങ്ങളധികം പ്രാർത്ഥിച്ച്, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും 30 ദിവസം കൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത്രയധികം വർഷങ്ങളുടെ ഗ്യാപ്പ് മാതാവിൻ്റെ ഉടമ്പടി ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് കൊണ്ട് വന്ന് നിസ്സാര സമയം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇനിയുള്ള കാലവും മാതാവിനും തിരുക്കുമാരനും അതീതനായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്കുകൊടുക്കുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി എന്നെ ഈ വേദിയിൽ എത്തിച്ചതിന്.
എൻ്റെ പേര് ജിസ്മി ജോർജ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി 15-നാണ് 2025. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. എൻ്റെ BDS പാസ്സായി ഇറങ്ങിയത് 2024 ഡിസംബറിലാണ്. അപ്പം ഡിസംബറിൽ പാസ്സായി ഇറങ്ങിയതിന് ശേഷം എല്ലാവരെയും പോലെ എനിക്കും PG എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, MDS എടുക്കണമെന്ന്. അപ്പോൾ ഫസ്റ്റ് എക്സാം ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുവരെ ഹൗസ് സർജൻസി പീരീഡിലോ ഒന്നും ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുകയോ പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു 4 മാസം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചാൽ എൻ്റെ മെറിറ്റിൽ എനിക്കിത് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ മമ്മി പറഞ്ഞിട്ട് ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുമായിരുന്നു, എന്നും സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് എനിക്കത് ചെയ്ത് തരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് പഠിക്കാനിരുന്നിട്ടും എനിക്ക് കാര്യമായിട്ടൊന്നും 4 മാസം കൊണ്ട് എനിക്ക് എല്ലാവരും 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് PGക്കൊരു സീറ്റ് നേടുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് 4 മാസം കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളൊരു സാധനം ഞാൻ വന്ന് മാതാവിന് സമർപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു, മാതാവിന് കൊടുത്തു. എൻ്റെ സബ്ജക്റ്റ് ഞാൻ മാതാവിന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. ഉടമ്പടി കാര്യങ്ങളെല്ലാം രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയറിൽ രോഗികളെ സന്ദർശിക്കാൻ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എക്സാം അടുത്ത സമയത്ത് പോലും ഞാൻ ഈ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നൊന്നും വിട്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നടന്നാൽ പ്രാർത്ഥിച്ചാലൊക്കെ കിട്ടുമോയെന്ന്. അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ മാതാവിന് ഉടമ്പടി വെച്ച സാധനം മാതാവ് എനിക്ക് ചെയ്തു തരുമ്പോൾ ഞാൻ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാലല്ലേ എനിക്കത് നേടിയെടുക്കുന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറയുമായിരുന്നു, മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളും, അപ്പം മാതാവിന് വേണ്ട കാര്യം ഞാൻ ചെയ്യണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ സമയം വന്നു. അപ്പോഴും ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ മനസ്സിലൊരു നമ്പർ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, 017 എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ എക്സാം ഒരു 17-ാം തീയതിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ചിലപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് ആയിരിക്കും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നീട് ഞാൻ ആ ഡേറ്റ് എൻ്റെ ഡയറി കുറിച്ച് വെച്ചു. എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല ആ ഡേറ്റ്. അതിനുശേഷം പിന്നീട് 4 മാസം കഴിഞ്ഞ് ഏപ്രിൽ എൻ്റെ എക്സാം വന്നു. എക്സാം ആകാനായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഉടമ്പടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി വന്നു പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അങ്ങനെ ഞാൻ ആ കാശുരൂപം എക്സാമിന് കാശുരൂപവും ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും കാര്യമായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിക്കാനൊരു ബുക്ക് പോലും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചിട്ടും കാര്യമില്ല, ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് ഇയർഫോൺ വെച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു എക്സാം ഹാളിൽ കയറുന്നത് വരെ. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി, എനിക്ക് കമ്പ്യൂട്ടർ അലോട്ട് ചെയ്ത് തന്നു. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്തെത്തി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കാശുരൂപത്തിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണ് തുറന്ന് നോക്കുമ്പം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ 017 ആണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് എനിക്ക് വേണ്ടി എക്സാം എഴുതിക്കോളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അങ്ങനെ പിന്നെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്ത ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, എല്ലാം ബ്ലാങ്കാണ്. പിന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ പോലും വായിക്കാതെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തു. ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. ഒന്നും അറിയില്ല എന്നുള്ളതിൻ്റെ അല്ല, മാതാവ് എക്സാം എഴുതിയല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷമായിരുന്നു. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാണ് എല്ലാം അറ്റൻഡ് ചെയ്തത്? നെഗറ്റീവ് മാർക്ക് ഉള്ളതല്ലേ, ഇതൊരു PG എക്സാം അല്ലേ, നീറ്റ് എക്സാം അല്ലേ, ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നീ ക്രാക്ക് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് വിശ്വാസം മാതാവിലായിരുന്നു, കാരണം ഞാനല്ല എക്സാം എഴുതിയത്, മാതാവാണ്. അപ്പം മാതാവ് നോക്കിക്കോളും, എന്നോടൊന്നും ചോദിക്കേണ്ടെന്ന് ഞാൻ ചെന്നതേ പറഞ്ഞു. അങ്ങനെ അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാനൊരു 3 മാസം ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് ക്ലിനിക്കിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് ആയതുകൊണ്ട് അവിടെ അധികം വേക്കൻസീസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, സാധാരണ കാണാറില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ പാലിയേറ്റീവിൻ്റെ ഹോം കെയറിന് പോയൊരു ദിവസം പെട്ടെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തിരുവമ്പാടി തന്നെ പാർട്ട് ടൈം ആയിട്ടൊരു ക്ലിനിക്കിൽ വേക്കൻസി കണ്ടു. ഞാൻ ഉടനെ അപ്ലൈ ചെയ്തു, എനിക്കത് കിട്ടുകയും ചെയ്തു. അതിന് കയറി ഒരു അരമാസമൊക്കെ ആയപ്പോഴത്തേക്കും വേറൊരു ക്ലിനിക്കിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, മമ്മി അറിയുന്ന ഒരു ക്ലിനിക്കിൽ നിന്ന് പാർട്ട് ടൈം ആയിട്ട് വരാൻ പറ്റുമോയെന്ന്. അങ്ങനെ ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് മാതാവ് 2 ക്ലിനിക്കിൽ പാർട്ട് ടൈം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നൽകി.
അങ്ങനെ അത് പ്രാക്ടീസൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റാങ്ക് വളരെ താഴെയായിരുന്നു. 10,000-ൻ്റെ മുകളിലായിരുന്നു എൻ്റെ റാങ്ക്. ആകെ 800 സീറ്റുള്ളിടത്ത് 10,000-ൻ്റെ മുകളിൽ റാങ്ക് വെച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിളാണ്. എന്നാലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് എക്സാം എഴുതി, മാതാവ് എനിക്ക് നമ്പർ കാണിച്ചു തന്നു. അപ്പം മാതാവ് നോക്കിക്കോളൂ എന്ന് എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ തളർന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോഴും ഞാൻ തളർന്നില്ല. കാരണം 2, 3 അലോട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്കൊരു നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ് PG കിട്ടി. അപ്പോഴും എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അലോട്ട്മെൻറ്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചിമാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് നോൺ ക്ലിനിക്കൽ അല്ലേ, ഇതിന് പോയി കഴിഞ്ഞാൽ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, അലോട്ട്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്കത് സംസാരിക്കാം, മാതാവ് നോക്കിക്കോളൂ എന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു. അങ്ങനെ 3ാമത്തെ അലോട്ട്മെൻറ്റ് വന്നു. 3ാമത്തെ അലോട്ട്മെൻറ്റ് 2 ദിവസം മുന്നെയാണ് വന്നത്. 3ാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ക്ലിനിക്കൽ സബ്ജക്റ്റ് തന്നെ മാതാവ് നൽകി അനുഗ്രഹിച്ചു. നാണക്കേടൊക്കെ തോന്നുമെങ്കിലും പിന്നീടൊന്നും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു നാണക്കേടും തോന്നിയില്ല. ഞാൻ എല്ലാവരെയും കാണിച്ച് തന്നെ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും സ്റ്റാറ്റസ് ഇടുമായിരുന്നു. എല്ലാ ദിവസവും പറ്റുന്നത് പോലെ പള്ളിയിൽ പോകാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം വന്നു, നല്ലൊരു എളിമ വന്നു. കുർബാനെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റി, യേശുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. എൻ്റെ മുന്നിൽ കാണുന്ന, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും അവരത്രയും സ്നേഹിച്ച് എനിക്ക് കെയർ ചെയ്ത് എനിക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റി. അതുപോലെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുതന്ന ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും ദൈവകുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് പ്രിൻസൺ. മറ്റൂർ ഇടവകയാണ്, അങ്കമാലിക്കടുത്തുള്ള മറ്റൂർ ഇടവക. ഞാൻ മെയിനായിട്ട് 2 സാക്ഷ്യമാണ് പറയുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും ദൈവകുമാരനും തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് 2 സാക്ഷ്യങ്ങൾ പറയാനാണ് അനുവാദം തന്നിരിക്കുന്നത്. ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. 2010 ഞാൻ ലണ്ടനിൽ പോയത്. നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിൽ പോയത്. അപ്പോൾ IELTS OETക്കും പലപ്പോഴുമായിട്ട് എഴുതി, പക്ഷേ രജിസ്ട്രേഷനായിട്ടുള്ള സ്കോർ എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു. പിന്നീട് കെയറായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ 2 വർഷം മുമ്പ് OET അത് IELTS ഇല്ലാതെ തന്നെ 1 വർഷം അവിടെ വർക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ളൊരു നിയമം അവിടെ വന്നു. അപ്പോൾ ഞാൻ പിന്നീട് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞതനുസരിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ 13 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഇതുമായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ മെയിൻ മാനേജർ ഇംഗ്ലീഷുകാരാണ്. 2ാമത്തെ മാനേജർ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയും, ആൾ ഒരു ആഫ്രിക്കക്കാരിയാണ്. അപ്പോൾ മെയിൻ മാനേജർ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. പക്ഷേ ആഫ്രിക്കക്കാരി എനിക്ക് സപ്പോർട്ട് തന്നിരുന്നില്ല. ആൾ പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് റെഫറൻസ് തരുന്നവരെ കൂടി മുടക്കിച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത് തന്നിരുന്നില്ല. പിന്നീട് ഏകദേശം 1 വർഷത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു. അവസാനം ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1 വർഷം മുൻപ് ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇതിൽ പോകാറുണ്ട്, ഇവിടെ കയറാറുണ്ട്, എങ്കിലും എങ്ങനെ ഉടമ്പടി എടുക്കണം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പോകും എന്നല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് ഇതുപോലെ ഒരു ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി മേലിലോട്ട് പോകാനും പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് വൈഫ് ഉടമ്പടി എടുത്തു, ഞാൻ എടുത്തിരുന്നില്ല. എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രകാരം ഉപ്പും തേനും എണ്ണയും കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു ദിവസം നേരത്തെ പോയി ആ ഉപ്പിട്ട് എനിക്ക് തടസ്സം നിന്നിരുന്ന ആഫ്രിക്കക്കാരി മാനേജറുടെ ആ ടേബിളിൻ്റെ അടുത്തും എൻ്റെ ഓഫീസിലും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു.
ഉടനെ ഏകദേശം 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ മാനേജർ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാനേജർ ഇല്ല, പുതിയ മാനേജർ അവിടെ നിയോഗിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒത്തിരി സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ പല സ്ഥലത്തേക്ക് അയച്ചിരുന്നു. HR-ൻ്റെ അടുത്തോട്ടും എൻ്റെ ഓഫീസിലും പല സ്ഥലങ്ങളിലേക്ക് ഞാൻ അയച്ചിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഈ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മെയിൻ HR മാനേജറും അവിടുത്തെ ഒരു ടീമും എന്നെ വിളിപ്പിച്ചു. വീണ്ടും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒറിജിനലല്ല, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ബാച്ചിലുള്ളവർ, എൻ്റെ ജൂനിയേഴ്സ് പലർക്കും ജോലി അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു 90% ആളുകളും ബാംഗ്ലൂർ പഠിച്ചവരാണ്. അപ്പോൾ ആ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പല കാരണങ്ങൾ എന്നോട് പറഞ്ഞ് അതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഞാൻ പെട്ടെന്ന് അവരെന്നെ മീറ്റിങ്ങിന് വിളിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി അവരെ കാണിച്ചു. അവർക്ക് പിന്നീട് അത് കാണണ്ട, അവർക്ക് അത് വിശ്വാസമായി. പിന്നീട് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് എൻ്റെ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, അവിടുത്തെ സീനിയേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി റെഫറൻസും കാര്യങ്ങളൊക്കെ തന്ന് ഉടനെ തന്നെ പിന്നീട് NMC എന്ന് പറയും, രജിസ്ട്രേഷൻ്റെ സ്ഥലമാണ് NMC, അവിടെ കോൺടാക്റ്റ് ചെയ്തു. അവർ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ തന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം 1987 ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1992 എൻ്റെ ഫാദർ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടയ്ക്കണം. നമ്മൾ എല്ലാ വർഷം ആരെങ്കിലും പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടയ്ക്കും. അപ്പോൾ ഒരു 2-3 വർഷം മുൻപാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തിന് പോക്കുവരത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന്. അത് ചെയ്താലാണ് സ്ഥലം നമ്മുടെ പേരിലാകത്തുള്ളൂ. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫീസുകളിൽ കൂടെ വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു. അവർ അവിടെ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ അപേക്ഷ വെച്ചു. കഴിഞ്ഞ 1 വർഷം മുൻപാണ് അപേക്ഷ വെച്ചത്. 40 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ എന്നെ അറിയിച്ചത്. പിന്നീട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ. അവരപ്പോൾ പറഞ്ഞു തഹസിൽദാറിൻ്റെ അടുത്ത് പോകണം, അവിടെ നിന്ന് ഹിയറിങ്ങിന് വിളിക്കും. അപ്പോൾ ഞാൻ അവരുടെ ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും മേലിലിരിക്കുന്ന ആ പേപ്പർ, അപേക്ഷ ഫോം, അവരെ തൊട്ടിട്ടില്ല. അതിനകത്ത് 1-2 പേപ്പറുകളില്ല എന്ന് പറഞ്ഞാണ് അത് മുടക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി. അവിടെ നിന്നും തഹസിൽദാർ വീണ്ടും വില്ലേജ് ഓഫീസിൽ വരണം. അങ്ങനെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നീട് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നഴ്സിങ്ങിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ വൈഫിനോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഈ ഉപ്പിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പും പുകലിട്ടുകൊണ്ട് പോയി. എന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അവരുടെ ടേബിളിൽ ബുക്ക് എടുക്കാൻ പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടു. അവിടെ നിന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. വില്ലേജിലെ ഓഫീസർ സ്ഥലം അളക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചുറ്റിച്ചു. പക്ഷേ സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പിന്നെ പലരെയും വിളിച്ചു, പല ഓഫീസേഴ്സിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായി കുറച്ച് മാറി നിന്ന്. ഞാൻ സ്ഥലത്തിലും കൊണ്ടുപോയി ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നോട് പറഞ്ഞു ശരിയാവത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഫോണൊക്കെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തായാലും വണ്ടി കയറ്. ഞാനപ്പോൾ വണ്ടിയായിട്ട് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ പോയി. പോയിട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി, പലയിടത്തും പോയി അപേക്ഷ വെച്ചു. വീണ്ടും അപേക്ഷ വെക്കണമെന്ന് അവർ പറയുന്നു. എന്നെ കുറേ ചുറ്റിക്കളിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ പോക്കുവരത്ത് എന്ന് പറയുന്ന സംഭവം, അതായത് 38 വർഷം ആയിട്ട് ചെയ്തിട്ടില്ലാത്ത കാര്യം പെട്ടെന്ന് അവരെ എനിക്ക് ചെയ്തു തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് കാരുണ്യ പ്രവർത്തികളാണ്. ഇവിടുത്തെ പത്രം ഞാൻ UK കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിലും അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്രയർ മോർണിംഗിൽ എല്ലാ ദിവസവും യൂട്യൂബിലുണ്ട്. രാവിലെയും വൈകിട്ടും പ്രയറുണ്ട്. അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അത് കാണാറുണ്ട്, വൈകിട്ടും കാണാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കും.
അങ്ങനെ ഒരു പുതിയ ശീലത്തിലേക്ക് കുറച്ച് സമയങ്ങൾ, ഒത്തിരി സമയം വായിച്ചില്ല എങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും ബൈബിൾ വായിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട്. പിന്നെ വാട്സപ്പ്, അതുപോലെ തന്നെ ഇമെയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം മാതാവിൻ്റെ, എൻ്റെ ഫോട്ടോ എല്ലാം മാറ്റിയിട്ട് മാതാവിൻ്റെ ഫോട്ടോസ് ആക്കി, കൃപാസന മാതാവിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ പ്രൊഫൈലിലൊക്കെ മാതാവിൻ്റെ ഫോട്ടോസാണ്. അങ്ങനെയും ഞാൻ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. ഞാൻ തൃശ്ശൂർ വില്ലടം സെൻറ് തോമസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 4 തവണ OET എക്സാം എഴുതിയിട്ട് 4 തവണയും എനിക്ക് ലിസണിങ് ആവശ്യമായ സ്കോർ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 4ാമത്തെ തവണ ഞാൻ സ്പീക്കിങ്ങിൻ്റെ സെഷനിലിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ആ മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ ഇരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കും, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം നടക്കും. അപ്പോൾ ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും കൂടി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ തീരെ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിൽ എന്നെ അങ്ങോട്ട് വിളിക്കണ പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ എക്സാമും പതിവ് പോലെ എനിക്ക് ലിസണിങ്ങിന് സ്കോർ കിട്ടിയില്ല. ഞാനത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് അന്വേഷിച്ചു ഗൂഗിളിൽ. അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഒരു നിയോഗം വെച്ചിട്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ അടുത്ത തവണ ഞാൻ OET എക്സാം എഴുതുന്നത്. മുമ്പത്തെ തവണയൊക്കെ ഞാൻ ലീവ് എടുത്ത് പഠിച്ച് അങ്ങനെയാണ് പോയിട്ട് OET എക്സാം എഴുതിയിരുന്നത്. പക്ഷേ ഈ 5ാമത്തെ തവണ പോയപ്പോൾ പതിവ് പോലെ ഞാൻ ക്ലാസ്സിനൊക്കെ ഡേറ്റ് ഇത്ര ദിവസം അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിനൊക്കെ ചേർന്നു. പക്ഷേ കറക്റ്റ് ആ ക്ലാസ്സിൻ്റെ സമയത്ത് എൻ്റെ ഫാദറിനിലേക്ക് സ്ട്രോക്ക് വന്നു. ഫുൾ ടൈം ഹോസ്പിറ്റലിൽ, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷേ എങ്കിലും എനിക്ക് എന്തോ മനസ്സിലൊരു ധൈര്യമാണ് എക്സാം എഴുതി എനിക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞാൻ 5ാമത്തെ തവണ എക്സാം എനിക്ക് 17-ാം തീയതി ആയിരുന്നു. 16-ാം തീയതിയാണ് ഫാദറിനിലോ ഡിസ്ചാർജ് ആവണത്. അത് കഴിഞ്ഞ് 17-ാം തീയതി ഞാൻ എക്സാമിന് പോയി. എക്സാമിന് അവിടെ ചെന്ന സമയത്ത് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ സ്റ്റുഡൻസ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരായിരിക്കും. അവർ വന്ന് തൈലമൊക്കെ അവർ എക്സാമിന് കയറിനേക്കാൾ മുമ്പ് നെറ്റത്തൊക്കെ തേക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലൊക്കെ നെറ്റത്ത് തേക്കുന്നത് കണ്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല. അപ്പം ഞാൻ എന്നാലും അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവർ തൈലം തേക്കുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവുമല്ലോ, എനിക്കും കൂടി മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പതിവ് പോലെ ഞാൻ എക്സാം ഹാളിൽ കയറി. ലിസണിങ് പതിവ് പോലെ ടഫായിരുന്നു. ബാക്കി മൊഡ്യൂൾസൊക്കെ കഴിഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ലിസണിങ്ങിൽ ആവശ്യമായ സ്കോറിനേക്കാൾ 10 മാർക്ക് കൂടുതലായിട്ടാണ് ഞാൻ പാസ്സായത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടായിരുന്നു ഞാൻ എടുക്കാതെ പോയത്. പക്ഷെ ഞാൻ തിരിച്ച് ചെന്ന് പിന്നെയും കുറേ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വേണ്ടി കുറേ തടസ്സങ്ങൾ നേരിട്ടു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്നായിരുന്നു എല്ലാ സർട്ടിഫിക്കറ്റുകളും എനിക്ക് ശരിയായി കിട്ടിയത്. അങ്ങനെ ഞാൻ UK 2023 മെയ് മാസത്തിൽ UK പോയി. അവിടെ ചെന്ന് എല്ലാവർക്കും അറിയാം, അവിടെ ചെന്നൊരു OSCE എന്നൊരു എക്സാം ഉണ്ട്. ഭയങ്കര ടഫാണ്. പഠിക്കുന്ന സമയത്തും എനിക്ക് ടഫായിരുന്നു. എക്സാമിന് പോയി. എക്സാമിന് ചെന്ന് ആദ്യത്തെ 2 സ്റ്റേഷൻ അത് ടഫായിരുന്നു. ഞാൻ കുറേ തെറ്റിക്കും ചെയ്തു. അതെനിക്കും അറിയാം, അവിടെ നിന്നിരുന്ന ആ മാർക്കിടാൻ നിൽക്കുന്ന ആൾക്കും അറിയാം. പക്ഷേ എനിക്കറിയില്ല. ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു, എന്തായാലും ഈ തവണ തോൽക്കും, അടുത്ത തവണ എന്തായാലും എക്സാം എഴുതേണ്ടി വരും എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ഞങ്ങൾ 10-30 പേര് എഴുതിയതിൽ 2-3 പേര് 5-6 പേര് പാസ്സായിട്ടുണ്ടാവും. അതിലൊരാളായിട്ട് എൻ്റെയും പേരുണ്ടായിരുന്നു. സത്യമായിട്ടും മാതാവാണ് ആ സമയത്ത് പ്രവർത്തിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ തെറ്റ് പറ്റിയത് ഒരിക്കലും കാണാതെ വിട്ടുപോകുന്നൊരു തെറ്റല്ല. എന്തായാലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരാണ് എന്നോട് ആ തെറ്റ് പറഞ്ഞു തന്നത് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. എന്നിട്ടും കൂടി ഞാൻ എക്സാമിന് പാസ്സായി. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ജോലിയൊക്കെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫാമിലിയൊക്കെ വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ 2024 ഫെബ്രുവരി 1-ാം തീയതി എൻ്റെ മേട്രൺ എന്നെ വിളിച്ച് പറയുകയാണ്, ഷിൻസിയുടെ പേരിൽ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പേരിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 3 പേരുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒബ്സർവേഷൻ ഡോക്യുമെൻ്റ് ചെയ്യണത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യുകയാണെന്നാണ് ആ കുട്ടി കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് വന്നതായിരുന്നു.
ഞങ്ങൾ മലയാളികളുള്ള സമയത്ത് ഞങ്ങൾ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അത് ആ കുട്ടിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിൽ വന്നതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ സേഫ്റ്റി മാനിച്ച് ഇങ്ങനെ ഒരു നേഴ്സ് അവിടെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരെടുക്കുന്ന ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ അവരൊരു ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു കോടതി കൂടുന്നത് പോലെ അവരവിടെ ഒരു കോടതി ക്രിയേറ്റ് ചെയ്യുകയാണ്. വാദിക്കാൻ നമുക്ക് ആരുമില്ല, നമ്മൾ തന്നെ നമ്മുടെ ഭാഗം വാദിക്കണം. സംഘടനകളിലൊക്കെ അംഗത്തുള്ളവർക്ക് അവർ വരും നമ്മളതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ചെന്ന് കുറച്ച് നാളായ കാരണം ഒരു സംഘടനയിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പം ഞാനാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരെ 4 പേര് ഞങ്ങളുടെ വീട്ടിലുള്ളതിൽ ഒരാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് വിറച്ചു തുടങ്ങും. അങ്ങനെ ഒരാളാണ് ഞാൻ. എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് അവർ നമുക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്, നമ്മുടെ ഭാഗം നമ്മൾ ന്യായീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ജോലി പോകും. ചെന്ന് 5-6 മാസമായിട്ടുള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ ജോലി പോകും എന്ന് കേൾക്കുമ്പോൾ അത്രയും ആശിച്ച് പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് എനിക്ക് ശരിക്കും ചങ്ക് തകരണ പോലെയായിരുന്നു. ആ സമയത്ത് അവരൊരു ലെറ്റർ അയച്ചു, നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘടനകളെ വിളിക്കാം. സംഘടനകളെ ഞാൻ വിളിച്ചു, പക്ഷെ അവർ കൈയൊഴിഞ്ഞു. നമ്മൾ അംഗത്വം എടുക്കാത്തത് കൊണ്ട് അവർ വരില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരുന്നെങ്കിൽ കൂടി എല്ലാ നിബന്ധനകളും എനിക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പള്ളി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരുന്നു. ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഡ്യൂട്ടിക്ക് ഞാൻ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് മുതൽ ഞാനും ഹസ്ബൻഡായാലും ജോലി ഒഴിവുള്ള ദിവസം ഒരു ദിവസം പോലും ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കുർബാന കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളാണ്. ആ ആവശ്യം വന്നപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയുണ്ടെന്നും സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോകാനും ഞങ്ങൾക്ക് ആ സംഭവത്തിന് ശേഷമാണ് സാധിച്ചത്. അങ്ങനെ ഞാൻ മനസ്സിലൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. 15-ാം തീയതി ആവുമ്പോഴേക്ക്, 1-ാം തീയതിയാണ് എന്നെ വിളിച്ച് പറയുന്നത്, 15-ാം തീയതി ആവുമ്പോഴേക്ക് ഇതിനൊരു തീരുമാനം വരണേ. നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ജോലി പോകുമെന്നുള്ള ആ ഒരു ഭാരം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെന്ന് ഡ്യൂട്ടി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ 15-ാം തീയതി ആയിട്ടും എനിക്ക് ഈ ഹിയറിംഗ് നടക്കുന്നതിൻ്റെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. 15-ാം തീയതി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ 15-ാം തീയതി ആയപ്പോൾ എൻ്റെ അടുത്തൊരു മാഡം വന്ന് പറയാണ്, ഹെലൻ എന്നാണ് മാഡത്തിൻ്റെ പേര്. മാഡം വന്ന് പറയാണ്, ഷിൻസി 27-ാം തീയതിയാണ് നമ്മുടെ ഹിയറിംഗ് വെച്ചിരിക്കണേന്ന്. വീണ്ടും എനിക്ക് ടെൻഷനായി. 27-ാം തീയതി വരെ ഇനിയും ദിവസങ്ങൾ ഞാൻ ടെൻഷൻ അടിച്ച് പോകണമല്ലോ ദൈവമേ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് 15-ാം തീയതി നിന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ട് എല്ലാവർക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ എന്തെങ്ങനെയായെന്നും. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ലെറ്ററൊക്കെ എനിക്ക് തന്നു. അവരൊക്കെ ഔദ്യോഗികമായിട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ലെറ്റർ കവറൊക്കെ സീൽ ചെയ്തിട്ടാണ് എനിക്ക് തരണത്. ഇത് തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്കറിയാം ഷിൻസി ഭയങ്കര ടെൻഷനിലാണ്, ഷിൻസി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവിടെ ഹിയറിങ്ങിന് ഇരിക്കുന്ന പാനൽ ഓഫ് മെമ്പറിൽ ഒരാളാണ് ഞാനാണ് ഷിൻസിയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, ഷിൻസി എന്നോടാണ് സംസാരിക്കാൻ പോകുന്നത്. ഷിൻസി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നിനക്ക് ഞാനുണ്ട് സപ്പോർട്ടിന്, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഹെലൻ എന്ന് പറഞ്ഞ മേഡാണ് വന്നതെങ്കിലും കൂടി മാതാവാണ് ആ ഹെലൻ എന്ന മേഡത്തിൽ കൂടെ സംസാരിച്ചതെന്നാണ്. എനിക്ക് അപ്പോൾ തൊട്ടൊരു സപ്പോർട്ട് കിട്ടിയതുപോലെയായിരുന്നു. അതുവരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുമോ, അവരെ കാണുമ്പോൾ ഞാൻ കരയുകയാണോ, പേടിച്ചൊന്നും പറയാതിരിക്കുകയാണോ, എന്താണ് ചെയ്യുക എന്നുള്ളൊരു പേടിയായിരുന്നു. അവരൊക്കെ റെക്കോർഡ് ചെയ്യും, അടുത്ത ഹിയറിങ്ങിന് ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ സെയിം ആൻസർ ആണോ പറയുന്നതെന്ന് അവർ ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അത് തുടർ നടപടികളായിട്ട് അവർ പോവും. അങ്ങനെയൊക്കെയാണ് അവരുടെ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. 27-ാം തീയതിയാണ് എൻ്റെ ഹിയറിങ്. 26-ാം തീയതി രാവിലെ എൻ്റെ വാർഡ് മാനേജർ വന്ന് എന്നോട് പറയുകയാണ്, ഷിൻസി എന്താണ് നാളെ പറയാൻ പോകുന്നത് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ട് വേണം അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി. എങ്കിലും എനിക്ക് ടെൻഷനാണ്, ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ആണാവോ. പാനൽ ഓഫ് മെമ്പറിൽ ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ, ബാക്കി 3 പേരുണ്ട് ടോട്ടൽ. ആരാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയൂല. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ആണാവോ അവർ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഹെലൻ എന്ന് പറഞ്ഞ മേഡം ഞങ്ങളുടെ വാർഡിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഷിൻസി ഞങ്ങൾക്ക് നാളെ ഹിയറിംഗ് വേണ്ട, ഷിൻസിയുടെ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം ക്ലിയറാണ്, ഷിൻസിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞങ്ങൾക്കിനി ഒന്നും ചോദിക്കാനില്ല ഷിൻസിയുടെ അടുത്ത്, ഷിൻസി ഇനിയും നല്ലൊരു സ്റ്റാഫായിട്ട് ഇവിടെ ഡ്യൂട്ടി എടുക്കണം, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഷിൻസിക്ക് ഉണ്ടാവില്ല എന്ന്.
അവിടെ ഒരിക്കലും ഒരു ഹിയറിംഗ് ഡേറ്റ് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത സംഭവം എൻ്റെ അറിവിലില്ല. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ നേഴ്സും ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷെ അവരുടെ ഹിയറിംഗ് മാറ്റിയില്ല. സിസ്റ്റർ അവിടെ പോകേണ്ടി വന്നു. സിസ്റ്റർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എങ്കിലും കൂടി സിസ്റ്റർ അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയേണ്ടി വന്നു. പക്ഷേ എനിക്ക് എൻ്റെ പേടി മുഴുവൻ അവിടെ ചെന്ന് എൻ്റെ ഭാഗം എനിക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു പേടി എനിക്കുള്ളത് കൊണ്ട് മാതാവായിട്ട് അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ആ സാഹചര്യം എന്നിൽ നിന്ന് മാറ്റി തന്നു. മാതാവിന് ഒരുപാട് നന്ദി. മാതാവ് തിരുക്കുമാരൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി തന്നതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തുടർന്നും ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഡ്യൂട്ടി സ്ഥലങ്ങളിലൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ ചില സമയത്ത് ഈ ഒരു ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ട്. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പോയതെന്ന്. ഡ്യൂട്ടി കഴിയുമ്പോഴാവും ഞാൻ ഇത്രയും തിരക്ക് ഹാൻഡിൽ ചെയ്തോ എന്ന് ഞാൻ ചിന്തിക്കുക. അതുപോലെ ഈ കഴുത്തിൽ കിടക്കണ ഈ ലോക്കറ്റ് ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം അവിടെ ആയിരുന്നതുകൊണ്ട് ചെയ്തിട്ടില്ല. അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പേപ്പർ അവിടേക്ക് നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അന്ന് വേറൊരു വാർഡിലാണ് ഡ്യൂട്ടി. അങ്ങനെ ആദ്യത്തെ പത്രം എടുത്തിട്ട് എൻ്റെ കൂടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു മെയിൽ നേഴ്സിനെ കൊടുത്തപ്പോൾ മെയിൽ നേഴ്സ് പറഞ്ഞു ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കാം, ഞാൻ വായിക്കാറില്ല, വൈഫിന് കൊടുക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് അത് ആ ബ്രദറിന് കൊടുത്തു കഴിഞ്ഞ് ഉടനെ ഒരു ഇംഗ്ലീഷുകാരൻ ഈ കുഞ്ഞ് ലോക്കറ്റ്, ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്വർണ്ണമോ വെള്ളിയോ ഒന്നും കളറുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ലോക്കറ്റാണ്. ആ ലോക്കറ്റ് വഴിയിൽ കിടക്കുന്ന ഒരു ലോക്കറ്റ്. ആ ഒരു ഇംഗ്ലീഷുകാരൻ അതിനൊരു പ്രാധാന്യം തോന്നിയെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കൃപാസന മാതാവ് അത്രയും പ്രധാനപ്പെട്ട ഒരാളാണെന്ന്. ആ ഇംഗ്ലീഷുകാരൻ ആ ലോക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് തന്ന് അവിടെ കുറേ സ്റ്റാഫുണ്ട്. അത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെയാണെന്ന് തോന്നണമെന്ന്. ഞാൻ നോക്കി ആരുടെയാണെന്ന് എന്ത് ലോക്കറ്റാണെന്ന് അറിയില്ല. ഞാൻ നോക്കിയപ്പോൾ കൃപാസന മാതാവ്. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഞാനൊരു പേപ്പർ കൊടുത്തതാണ് ആ ബ്രദർക്ക്. അന്ന് തന്നെ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് കിട്ടിയ ലോക്കറ്റ് ഇതുവരെ ഞാൻ കളയാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ കൊന്തേമ ഞാൻ തീട്ടേണ്ട കാശ് രൂപ അല്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഞാനത് ആ ലോക്കറ്റ് എനിക്ക് എപ്പോഴും ഒരു മാതാവിൻ്റെ സാന്നിധ്യം, ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഇപ്പോഴും എനിക്കൊരു മാതാവിൻ്റെ സാന്നിധ്യമാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കൃപാസനം പത്രം നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് വരുമ്പോൾ കൊണ്ടുവരുത്തിച്ച് അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ചില ഇംഗ്ലീഷ് പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ പള്ളിയിൽ വെച്ചിട്ടുണ്ടാവും. അതവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഇംഗ്ലീഷുകാരൊന്നും എടുക്കില്ല. പക്ഷെ അതെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നോക്കും. പക്ഷെ അത് അവിടെ ഇരിക്കുന്നത് കണ്ട് അവരെടുത്ത് നോക്കില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന പേപ്പറുകൾ കാണുമ്പോൾ ഞങ്ങൾ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഓൺലൈനായിട്ടുള്ള ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാലത്തുള്ള ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് ചിലർക്ക് അയച്ചു കൊടുക്കേണ്ടതാണെന്ന്. അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ടും അയച്ചു കൊടുക്കാറുണ്ട്. ചിലരൊക്കെ കളിയാക്കാറുണ്ട്, അതൊന്നും ഞാൻ ഗണിക്കാറില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് ആ കളിയാക്കുന്നതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണേ എന്നുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ രോഗികളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യാറ് അവിടെ ഇരുന്നിട്ട്. അത് ഞാൻ അന്വേഷിച്ച് പോകേണ്ടി വരാറില്ല. എനിക്ക് വാട്സപ്പിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരും, ഇന്ന ആൾക്ക്. അതൊക്കെ ഞാൻ അറിയണ ആൾക്കാരായിരിക്കും. അതെങ്ങനെയോ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരികയാണ്, മാതാവായിട്ട് കൊണ്ടുവരികയാണ്. അവർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹോസ്പിറ്റൽ വാർഡിലൊക്കെ ആയാലും ചിലപ്പോൾ തിരക്കുള്ള സമയമാവും. പേഷ്യൻസൊക്കെ വേദന എടുത്തിട്ട് കരയുമ്പോൾ ചിലപ്പോൾ വേദനയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ എങ്കിലും കൂടി അവരെ അവഗണിച്ച് ഞാൻ പോവാറില്ല. ഒരിക്കലും അവർക്ക് വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടേ ഞാൻ അടുത്തതിലേക്ക് പോവാറുള്ളൂ, അത്ര എമർജൻസി ഇല്ലെങ്കിൽ. പിന്നെ അത് കൂടാതെ ഓരോ രോഗിയിലും ഞാൻ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ, തിരക്കാണെങ്കിൽ കൂടി വേണ്ടതായ കെയർ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇനിയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അൾത്താരയിൽ വന്ന് സാക്ഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലയാ ബിജു. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് ഇടവകയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരുപാടധികം നന്ദി പറയുകയാണ്. ഇന്ന് ഈ ആൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അത്രയധികം അത്ഭുതങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടുക എന്നുള്ളത്. ഈ പ്രാവശ്യം 2025 അധ്യയന വർഷത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. നല്ല പാടായിരുന്നു. കേരള
ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ അകത്ത് എഴുതണം എന്നെനിക്ക് അറിയില്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് പകുതിയോളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെയായിട്ടും കാണാത്ത ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണത്. അപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ കാശ് രൂപം പോക്കറ്റിലിട്ട് തന്നു. അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പുരട്ടി തന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോളിലേക്ക് കയറിയത്. പേപ്പർ കണ്ടപ്പോൾ ശരിക്കും കരയാനാണ് വന്നത്. കാരണം ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അത് കൂടാഞ്ഞിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതിൻ്റെ. അപ്പോൾ രണ്ടും കൂടി എനിക്ക് ടെൻഷനായിട്ട് എന്ത് എഴുതണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ അതുമായിട്ട് പഠിച്ച് എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശ് രൂപത്തിൽ തൊട്ട് ആ പേപ്പറെ കുരിശ് വരച്ച് ഞാനത് ക്ലാസ്സിലൊരു സിസ്റ്ററായിരുന്നു നിന്നത്, സിസ്റ്ററിന് അത് കൊടുത്തു. അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അന്നേരത്തേക്ക് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ കാശ് രൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൈറ്റ് ഓപ്പണായി. എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു. ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു. ഓപ്പണായി വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കെമിസ്ട്രി എക്സാം എനിക്ക് എന്ത് എഴുതണമെന്ന് അറിയില്ലാണ്ട് ഞാൻ കുറേ എന്തൊക്കെയോ എഴുതി വെച്ച ഒരു പേപ്പറായിരുന്നു. അതിനൊക്കെ എനിക്ക് നല്ല മാർക്കോട് കൂടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇനി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ IELTSൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. 2 മാസത്തോളം ഞാൻ ക്ലാസ്സിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 14 ഡേറ്റ് എടുത്തു. അപ്പോൾ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയത് ജൂൺ 12 ആയിരുന്നു. ആ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള ഒരു ടൈമായിരുന്നു. അപ്പം ഞാൻ ഈ സ്പീക്കിങ്ങിന് വേണ്ടി എനിക്ക് വൈകുന്നേരത്തെ സ്ലോട്ടാണ് കിട്ടിയത്. ഞാൻ അവിടെ കോട്ടയത്താണ് സെൻറ്റർ. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് വരെയുള്ള ആൾക്ക് വരെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ലാപ്പ് മുഴുവനും ഹാക്കായിപ്പോയി. എന്താണെന്നറിയില്ല, നെറ്റ് സ്ലോ ആയി. അവർക്ക് അങ്ങോട്ടേക്ക് കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഇന്നെന്തായാലും നടത്താൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോക്കോളൂ, അടുത്ത ദിവസം പിന്നൊരു ഡേറ്റ് മാറ്റി നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി താഴെ വരെ എത്തിയപ്പോൾ, അപ്പോൾ ഞാൻ അന്നത്തെ പരീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് രൂപമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹോളിലേക്ക് കയറ്റുള്ളൂ. താഴെ എത്തിയപ്പോഴത്തേക്കും അവരെന്നെ തിരിച്ചു വിളിച്ചു. വേറൊരു മാമിനെ കൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. IELTS എക്സാമിൻ്റെ അകത്ത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഈ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ. എന്നിട്ട് എനിക്ക് വേറൊരു മാമാണ് അന്ന് എടുത്തു തന്നത്. അതുപോലെ തന്നെ ഞാൻ 14 ഈ റൈറ്റിങ്ങും ബാക്കി മൊഡ്യൂൾസിനെല്ലാം പോയപ്പോൾ ഇതുപോലെ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഓരോ എക്സാമും ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അന്നത്തെ അനുദിന പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോ ഉത്തരം എഴുതുമ്പോഴും പരിശുദ്ധാത്മാവ് ഞാനിത് എഴുതുവാണ് എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഞാൻ അവസാനം തീർന്നപ്പോൾ അത് കുരിശ വരച്ചു. പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് 6.5 ബാൻഡാണ് മാതാവ് തന്നത്. എനിക്ക് 6 മതിയായിരുന്നു. ആ സ്ഥലത്താണ് എൻ്റെ മാതാവ് എനിക്ക് 6.5 ബാൻഡ് തന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബാൻഡായിരുന്നു അത്. എന്നെക്കാളും നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് പലരും ആ എക്സാമിനുണ്ടായിരുന്നു. അവർക്കൊന്നും കൊടുക്കാത്തൊരിത് മാതാവ് എനിക്ക് തന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷിയാണ്, എനിക്ക് എബ്രോഡ് പോയി പഠിക്കണം എന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു വീട്ടിൽ. പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് UK പോയി പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ് തൊട്ട് ഞാൻ അതിന് വേണ്ടി റിസർച്ച് ചെയ്ത് തുടങ്ങിയതാണ്. ഓരോ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും ഓരോന്നും എടുത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുള്ള 5 യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ കൊടുത്തത്. കൊടുത്ത ഉടനെ 5 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയെന്ന് പറഞ്ഞു വന്നു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. അവസാനം ഞങ്ങളുടെ മാർച്ച് ഫൈനൽ എക്സാമിന് സമയമായി. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തിനു പോകുന്നു തീരുമാനിച്ചു. ക്ലാസ്സിലെല്ലാവരും പറയുവാണ് അവരതിന് പോകുന്നു, ഈ യൂണിവേഴ്സിറ്റി പോകുന്നു. എനിക്ക് മാത്രം പറയാനൊന്നുമില്ല. ഞാൻ പറയുന്നു ആലോചിച്ചിട്ടില്ല ഇതുവരെയായിട്ടെന്ന്. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 19-ാം തീയതി ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ പരീക്ഷ തീരുന്നത് 19-ാം തീയതിയാണ്. 18-ാം തീയതി രാത്രി ഞങ്ങൾ ആലോചിച്ചു, നാളെയാണ് 19-ാം തീയതി, ഇതുവരെയായിട്ട് ഒരു നീക്കം പോലും വന്നിട്ടില്ല, ഇനി ഇവിടെ എന്ത് മിറാക്കിൾ നടക്കാനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ മേലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് വന്നിരിക്കുകയാണ് പിറ്റേ ദിവസത്തേക്ക്. ഞാൻ 19-ാം തീയതിയിലത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ ഒരാഴ്ചക്കുള്ളിൽ റെസ്പോൺസ് അയക്കും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും വന്നില്ല. ഞാൻ അവർക്ക് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ചു. അവരത് കണ്ടിട്ട് പോലും റിപ്ലൈ തന്നില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ തന്നെ കോൺടാക്ട് നമ്പറിൽ അവരെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ റിജക്റ്റായി, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കിട്ടില്ല, കാരണം നിങ്ങളിപ്പോൾ +2 പാസ്സായതാണുള്ളൂ, നിങ്ങളുടെ കയ്യിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയായിപ്പോയി. കാരണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കാനുള്ള ഫണ്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല ബാങ്കിൽ നിന്ന്, കാരണം ഓൾറെഡി വീട് ലോണിൽ വെച്ചിരിക്കുകയാണ്. ഇനി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ലോൺ തരില്ലെന്ന് ബാങ്കുകാർ പറഞ്ഞു. കയ്യിലൊരു 10,000 രൂപ പോലും എടുക്കാനില്ലാതെയാണ് എൻ്റെ അപ്പനും അമ്മേനെ പഠിപ്പിക്കാൻ പറഞ്ഞത്. അതും എന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് വേറെ യൂണിവേഴ്സിറ്റികളിൽ കൊടുത്തു. ഫണ്ടിങ് അവർ വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഞാൻ 2-3 യൂണിവേഴ്സിറ്റികളിൽ കൊടുത്തു. അവിടെ നിന്നൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. ഞാൻ അതിനകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ നേരത്തേക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാശുരൂപം പിടിച്ച്, മാതാവേ, ഇതാണ് എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ്, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഈ സെപ്റ്റംബർ ഇൻടേക്കിന് എനിക്ക് കയറി വരണമെങ്കിൽ ഈ 2 കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തന്നെ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കയറിയത്. ഞാനത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അവരെന്നോട് എന്ത് ചോദിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ മലയാളം സംസാരിക്കുന്ന പോലെ വളരെ ഫ്ലൂയിഷ് ആയിട്ടാണ് ഇംഗ്ലീഷ് അവരോട് സംസാരിച്ചത്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എനിക്ക് ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ ക്യാൻസലായി പോകാനുള്ള കാരണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അവരതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, തിരിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, മാതാവേ, ഞാൻ ഇത്രയും നിന്നോട് പ്രാർത്ഥിച്ചു, നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടപാടെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയായി പോയി. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുത്ത 2ാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് വന്നു. അടുത്ത ദിവസമാണ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിന് വലിയ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് പങ്കെടുത്തത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി കിട്ടി, ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അതിന് പങ്കെടുത്തത്. പക്ഷെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ മാതാവിനോട് ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് 2 യൂണിവേഴ്സിറ്റി തന്നാണ് അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഫീസ് കൊടുക്കാനും പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു, ലോൺ കിട്ടത്തില്ലായിരുന്നു. ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു. ഇത്ര വരെ എത്തിച്ച മാതാവ് എനിക്ക് ഇനിയുള്ള വഴിയും കാണിച്ചു തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എൻ്റെ അമ്മയും അമ്മച്ചിയും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്കൊരു 3rd പാർട്ടി ഫണ്ടിങ് കിട്ടി. അതുവഴി ബാക്കി പൈസ എല്ലാം ശരിയാക്കാൻ പറ്റി. പിന്നെ അതുമാത്രമല്ല, വിസ പ്രോസസ്സിങ് ആണെങ്കിൽ പോലും ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് എടുത്തത്. അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് വിസ ഒരു 15 ദിവസത്തിനുള്ളിൽ വരുന്ന സാധനം എനിക്ക് 5 ദിവസത്തിനുള്ളിലാണ് വന്നത്. അവിടെയൊക്കെ മാതാവിനെ ഒരുപാടധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിസയ്ക്കൊക്കെ നമുക്ക് ഒരുപാടധികം പൈസയുടെ ആവശ്യമുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാനില്ലായിരുന്നു. അപ്പോൾ മാതാവ് പലരുടെയും രൂപത്തിലൂടെ ഞങ്ങളെ സഹായിച്ചു. ഓരോരുത്തരും നമ്മൾ അവരുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ അവരൊരു മടിയും കൂടാതെ നമുക്കത് തന്നു. അതിപ്പോൾ ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരുടെയും രൂപത്തിൽ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഇതിലും ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പീരിയഡ്സ് വരുമ്പോൾ ഭയങ്കര പെയിനാണ്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും, അതുപോലെ തന്നെ തല കറങ്ങാൻ വരും, എൻ്റെ പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവായിരുന്നു. അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല.
പറ്റില്ല, ചുറ്റുമുള്ളതൊന്നും കാണാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര വയറുവേദനയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണ് ആ ഒരു സമയത്ത്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടാണ് എനിക്കിങ്ങനെ വേദന സ്റ്റാർട്ട് ചെയ്തത്. അന്നേരമൊക്കെ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു 3-4 മാസം മുമ്പ് എൻ്റെ അമ്മയോട് പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അന്നേരം എനിക്ക് പീരിയഡ്സ് ആയിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് വേദന കാരണം ഈ ആൾത്താരയിലൊന്ന് അവിടെ വരുന്ന അടുത്ത് പോലും വന്ന് മാതാവിൻ്റെ മുഖം കാണാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് വേദന കാരണം ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിരിക്കുകയോ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ വേദന എങ്ങനെയാലും നീ മാറ്റി തന്നെ, ഇനി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി പഠിക്കാനുള്ളതാണ് മാതാവേ, എങ്ങനെയാലും നീ എന്നെ സൗഖ്യപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പിന്നെ എനിക്ക് ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. എൻ്റെ പ്രഷർ നോർമലാണ്. എപ്പോഴും പീരിയഡ്സ് ആകുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നോർമലായിട്ട് നമ്മൾ സാധാരണ ദിവസത്തെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ പീരിയഡ്സ് ഡേയിലും. മാതാവാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നത്. എൻ്റെ മാതാവിന് തിരുക്കുമാരന് ഞാൻ ഒരുപാടധികം നന്ദി പറയുന്നു. ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കും പിന്നെ ഞാൻ IELTS ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ ഈ പത്രം. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കൂടി തീരുമാനിച്ച കുറേ പേർക്ക് ഇങ്ങനെ ഡ്രസ്സ് പിരിച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഞാൻ കുറേ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ പിന്നെ നമ്മൾ അനാഥാലയത്തിലേക്ക് പോവുകയും ഞാനും എൻ്റെ അനിയത്തിയും ചേച്ചിയൊക്കെ കൂടി കളക്ട് ചെയ്ത് വെച്ച പോക്കറ്റ് മണിയൊക്കെ വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി അവരുടെ അടുത്ത് പോവുകയും അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുകയും അവരെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ബൈബിൾ വായിക്കാറുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ദേവകുമാരനും ഞാൻ ഒരുപാട് നന്ദി